ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളിന്ന് APM 2.8 GPS മൊഡ്യൂളൊക്കെ വെച്ചിട്ട് നമ്മൾ ഡ്രോൺ മേക്കിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുമ്പേ നമ്മൾ ഇതിൻ്റെ സ്പെയറുകളൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ഡ്രോണിൻ്റെ ബോട്ടവും അതുപോലെ തന്നെ ടോപ്പും പ്ലേറ്റും. അപ്പോൾ ഈ ബോട്ടം പ്ലേറ്റിലാണ് നമ്മൾ നേരെ ESCൻ്റെ കണക്ഷൻ, അത് പ്ലസും മൈനസും അതുപോലെ തന്നെ നമ്മുടെ ബാറ്ററി കണക്ട് ചെയ്യാനുള്ള കണക്ടർ നമ്മളിവിടെ സോൾഡർ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കാണുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിൽ പ്ലസ് മൈനസും കറക്റ്റ് ചെയ്ത് കാണാം. അപ്പോൾ അതിൽ റെഡ് വയറുകൾ, ESCയുടെ റെഡ് വയർ, അതുപോലെ തന്നെ കണക്ടറിൻ്റെ റെഡ് വയർ പ്ലസ്സും, അതുപോലെ തന്നെ ബ്ലാക്ക് വയർ അതിൻ്റെ നെഗറ്റീവാണ്. അപ്പോൾ അതുപോലെ തന്നെ കറക്റ്റ് നമ്മൾ സോൾഡർ ചെയ്യുക. ESCയുടെ വയറുകൾ നമ്മുടെ കണക്ടറിൻ്റെ വയറിൻ്റെയും സോൾഡറിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം പ്ലേറ്റിൽ നമ്മൾ 4 ആംസും ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആംസ് 2 വൈറ്റ് അതുപോലെ തന്നെ 2 റെഡുമാണ്. അപ്പോൾ വൈറ്റ് നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇൻഡിക്കേഷൻ ചെയ്യാനുള്ള വിധത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ടിലേക്ക് വൈറ്റ് 2 കാലുകളും അതുപോലെ തന്നെ ബാക്ക് ഭാഗത്ത് റെഡ് കാലുകളും നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബോൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ തൽക്കാലം നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തേക്ക് നമ്മൾ ഒന്നുകൂടി നൂരേണ്ടതുണ്ട്. നമ്മളുടെ ലാൻഡിങ് ഗിയർ സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഫുള്ള് എല്ലാ പ്രോസസ്സും കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ സോഫ്റ്റ്വെയറൊക്കെ ചെയ്യുന്ന സമയത്ത് കാലുണ്ടാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് കൊണ്ട് തിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ സെറ്റായതിന് ശേഷമാണ് നമ്മൾ ഇനി അതുപോലെ തന്നെ പ്രൊപ്പല്ലർ നമ്മൾ ലാസ്റ്റാണ് ഫിറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് നമ്മൾ ഡ്രോണ് ലെഫ്റ്റ് റൈറ്റൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പോൾ പ്രൊപ്പല്ലറൊന്നും ഫിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ തന്നെ നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് ഓവറാണ്. അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സ്ക്രൂ ചെയ്യുന്ന വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ എല്ലാ ഭാഗത്തേക്കുള്ള എല്ലെങ്കിൽ ബോൾട്ട് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലെങ്കിൽ വെച്ച് നമ്മൾ ടൈറ്റ് ആക്കുകയാണ്. അപ്പോൾ അടുത്തായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ BLDC മോട്ടർ 4 ആംസിൽ നമ്മൾ സെറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു മോട്ടർ സെറ്റ് ചെയ്യുന്ന വീഡിയോസ് മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ, നമ്മുടെ വീഡിയോ ലെങ്ത്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമ്മൾ എല്ലെങ്കിയുടെ സ്ക്രൂ ആണ് യൂസ് ചെയ്യുക. ഇതിലെല്ലാത്തിലും നമ്മൾ എല്ലെങ്കിൽ സ്ക്രൂ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ആംസിൻ്റെ ചെറിയ ഹോൾസിലേക്ക് നമ്മുടെ ഈ 3 വയർ നമ്മൾ കടത്തണം. ഒപ്പരം ഓരോന്ന് കടത്തുന്നതാണ് നല്ലത്. അപ്പം കറക്റ്റ് പോകുന്നുള്ളൂ. അപ്പോൾ ഓരോന്നിൻ്റെ കണക്ടർ കൂടെ ഇരുന്നുകൊണ്ട് നമുക്ക് അതിൽ കണക്റ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ആ ഹോൾസിലേക്ക് ഓരോ വയറേജ് കണക്ട് ചെയ്തതിന് ശേഷം പുറത്തേക്ക് എടുക്കുക. പിന്നെ നമ്മുടെ അല്ലെങ്കിൽ സ്ക്രൂ അതുപോലെ തന്നെ നല്ലവണ്ണം ടൈറ്റ് ആക്കണം. എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം ടൈറ്റ് ആയില്ലെങ്കിൽ നമ്മുടെ വൈബ്രേഷൻ വരുന്ന സമയത്ത് ഈ സ്ക്രൂ ഊരി പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ലവണ്ണം ടൈറ്റ് ചെയ്യണം. പിന്നെ ഇതിലൊരു എക്സ്ട്രാ ഒരു ഓയിലും പാടെ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളതിന് യൂസ് ചെയ്തിട്ടില്ല. അപ്പം വൈബ്രേഷൻ വരുന്ന സമയത്ത് ഈ ഒരു അല്ലെങ്കിൽ ഊരി പോകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ഓയിലും പാടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 ആംസിൽ നമ്മൾ 4 BLDC മോട്ടറും ഇപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഒരു ESC നമ്മുടെ മോട്ടർ നമ്മൾ കണക്ട് ചെയ്യുകയാണ്. നമ്മുടെ മോട്ടറിൻ്റെ മുകളിൽ 3 വയർ വരും. അതുപോലെ തന്നെ ESCയുടെ മുകളിൽ 3 വയറുണ്ട്. ആ 3 വയർ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 3 വയറും സെറ്റ് ചെയ്താൽ നമുക്ക് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസിൽ നമ്മൾ 4 മോട്ടർ ഓരോ ദിശയിലാണ് കറങ്ങേണ്ടത്. അപ്പോൾ ആ ഒരു പൊസിഷൻ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ വയറിലിപ്പോൾ 3 വയറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും 2 വയർ അങ്ങോട്ട് കൂടി ചേഞ്ച് ചെയ്താൽ നമ്മുടെ ക്ലോക്ക് വൈസ് ഉള്ളത് ആൻറ്റി ക്ലോക്ക് വൈസിലാക്കാം, ആൻറ്റി ക്ലോക്ക് വൈസിലുള്ളത് നമുക്ക് ക്ലോക്ക് വൈസിലും ആക്കാം. നമ്മുടെ ESC ഒക്കെ നമ്മുടെ ആംസിൻ്റെ മുകളിൽ വയർ ടാഗ് വെച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വയർ ടാഗിന് പകരം നമ്മൾ ഇൻസുലേഷൻ ടാപ്പ് ചുറ്റുകയാണ്. ESCയുടെ ഹീറ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഇൻസുലേഷൻ ടാപ്പ് അഴിഞ്ഞു പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്കുള്ള ഹെയറിൻ്റെ സർക്കുലേഷൻ കൂടുതൽ കിട്ടുകയും ചെയ്യും. നമ്മൾ മുകളിലത്തെ പ്രൊപ്പല്ലർ കറങ്ങുന്ന സമയത്ത് ഇൻസുലേഷൻ ടാപ്പ് ഉപയോഗിക്കാത്തതാണ് നല്ലത്.
അതുപോലെ തന്നെ നമ്മുടെ ആംസിൻ്റെ ഉള്ള ചെറിയ ഹോൾ കാണാം. അതിൽ ആ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ നമ്മുടെ അതായത് ESലേക്ക് സിഗ്നൽ, അതായത് 5 വോൾട്ട് സപ്ലൈയും അതുപോലെ തന്നെ നെഗറ്റീവും അതുപോലെ തന്നെ സിഗ്നൽ മഞ്ഞ, റെഡ്, ബ്ലാക്ക് 3 വയർ നമ്മുടെ പിന്ന് വരുന്നുണ്ട്. നമ്മുടെ ESന്ന് വരുന്ന 4 നമ്മുടെ ആ ഹോൾസിലേക്ക് കിട്ടണം. നമ്മുടെ ബോട്ടം പ്ലേറ്റിൽ നിന്ന് നമ്മൾ ESC കൊടുത്ത മാതിരി തന്നെ നമ്മുടെ ടോപ്പ് പ്ലേറ്റും അവിടെ എക്സ്ട്രാ വരുന്നത്. ഇതും കൂടി വെച്ചിട്ടാണ് നമ്മുടെ ഫ്രെയിം സെറ്റാക്കുന്നത്, സ്ക്രൂ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രെയിമിന് ഉറപ്പ് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഹോളിൽ കൂടെ നമ്മൾ മാക്സിമം എടുക്കുക. അപ്പോൾ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലൈറ്റ് കൺട്രോളിലേക്ക് നമ്മൾ സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നാണ്. അപ്പോൾ ഈ ഹോൾ കൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് പ്ലേറ്റ് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് 4 ആംസിലേക്ക് നമ്മൾ സ്ക്രൂ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലെങ്കിൽ സ്ക്രൂ തന്നെയാണ് വരുന്നത്. നമ്മുടെ ഒരു ആംസ് നമ്മൾ സ്ക്രൂ ചെയ്യുന്ന സമയത്ത് 4 സ്ക്രൂ, അതിൻ്റെ 4 സ്ക്രൂ നമ്മൾ നമ്മുടെ GPS-ൻ്റെ ഒരു സ്റ്റാൻഡും പാടെ വരുന്നുണ്ട്. ആ സ്റ്റാൻഡും പാടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അവിടേക്ക് 4 സ്ക്രൂ നമ്മൾ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് പൊക്കി വെക്കുന്നത് തന്നെ നമ്മുടെ നോയ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ മോട്ടറിലുള്ള മാഗ്നറ്റിൻ്റെ ഇതും ഈ ഒരു GPS-ൻ്റെ മാഗ്നറ്റും തമ്മിലുള്ള ഒരു പ്രവർത്തനം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊക്കി വെച്ചിരിക്കുന്നത്. 4 മോട്ടർ സ്പിൻ ചെയ്യുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ചാനൽ നമ്മുടെ കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കൗണ്ടർ ക്ലോക്ക് വൈസാണ് വരുന്നത്. അതുപോലെ തന്നെ മൂന്നാമത്തെ ചാനൽ ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ തന്നെ നമ്മളെ 4ാമത്തെ ചാനലും ക്ലോക്ക് വൈസാണ് വരുന്നത്. ഇനി നമ്മൾ GPS-ൻ്റെ മൊഡ്യൂളും അതുപോലെ തന്നെ ഫ്ലൈറ്റ് കൺട്രോളും ആണ് APM 2.8 ആണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ GPS-ൻ്റെ മൊഡ്യൂൾ നമ്മൾ കറക്റ്റ് ടൈറ്റ് ആയിരിക്കും. അതുപോലെ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ GPS മൊഡ്യൂളിൻ്റെ മുകളിൽ ഒരു ഏറോ മാർക്ക് കാണാം. അതുപോലെ തന്നെ നമ്മളെ ഫ്ലൈറ്റ് കൺട്രോളിൻ്റെ മുകളിൽ ഒരു ഏറോ മാർക്ക് കാണാം. ഈ 2 ഏറോ മാർക്കും കറക്റ്റ് നേരെ ആയിരിക്കണം, എങ്കിലേ നമ്മുടെ GPS-ൻ്റെ കറക്റ്റ് വർക്കിംഗ് നടക്കുള്ളൂ. ഫ്ലൈറ്റ് ഫ്രണ്ടിലേക്കാണ്, ആ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ ഫ്രണ്ടിലെ അത് കാണിക്കുമ്പോൾ നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ ഏറോ മാർക്ക് കൊണ്ട് കറക്റ്റ് ആയിരിക്കണം. നമ്മുടെ GPS മൊഡ്യൂളും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലൈറ്റ് കൺട്രോൾ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ GPS മൊഡ്യൂളിൽ നിന്ന് വരുന്ന 2 വിത്ത് കോമ്പസ് ആയതുകൊണ്ട് തന്നെ GPS-ൻ്റെ കണക്ടറും ഫോട്ടോ, അതുപോലെ തന്നെ GPS-ന് വരുന്നത് യെല്ലോയും ഗ്രീനും അതുപോലെ തന്നെ റെഡും ബ്ലാക്കും. റെഡ് നമ്മുടെ സപ്ലൈ ആണ്, 5 വോൾട്ട് സപ്ലൈ. അതിൻ്റെ റെഡ് പ്ലസും അതുപോലെ തന്നെ ബ്ലാക്ക് അതിൻ്റെ നെഗറ്റീവാണ്. അതുപോലെ തന്നെ നമ്മളെ അടുത്ത പോർട്ട് വരുന്നത് നമുക്ക് കോമ്പസിനാണ് വേണ്ടിയാണ്. അത് വൈറ്റും അതുപോലെ തന്നെ ബ്രൗണും ആണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പ്ലസും വോൾട്ടേജ് നമുക്ക് GPS തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പുതിയ വേർഷനായി നമ്മൾ 12C-ലേക്കാണ് നമ്മുടെ കോമ്പസിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഹാർഡ്വെയർ ചേഞ്ചിങ്ങിൻ്റെ വീഡിയോസൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് എക്സ്ട്രാ ഒരു പവർ മൊഡ്യൂൾ ആവശ്യമാണ്. നമുക്ക് 5 വോൾട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഫ്ലൈറ്റ് കൺട്രോളിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിൻ്റെയും അതുപോലെ തന്നെ നമുക്ക് ഇതിലെ ടെലിമെട്രിയൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു പവർ മൊഡ്യൂൾ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ആദ്യമാണെങ്കിൽ നമ്മളെ ESCയിൽ നിന്ന് വരുന്ന സിഗ്നലിൻ്റെ കൂടെ ഒരു പ്ലസും ഒരു മൈനസും നമുക്ക് 5 വോൾട്ടിന് ഉണ്ടാവും. അതായത് നമ്മൾ സാധാരണ K2 ഫ്ലൈറ്റ് കൺട്രോളിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് എക്സ്ട്രാ തന്നെ വേണം. അവിടെ ഇതിന് കണക്ടറും എക്സ്ട്രാ ഇതുപോലെ തന്നെ ഒരു കണക്ടറും ഉണ്ട്. ആ കണക്ടർ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു പവർ മൊഡ്യൂളിലേക്കും ആവും. അതുപോലെ തന്നെ ESCയിലേക്ക് നമ്മളെ ബോട്ടം പ്ലേറ്റിലേക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ ESCയിലേക്കും സപ്ലൈ നമുക്ക് ഇതുവഴി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ പവർ മൊഡ്യൂളിൽ നിന്ന് റെഗുലേറ്റ് ചെയ്ത വോൾട്ടേജ് നമുക്ക് ഇതിൻ്റെ APM-ലേക്ക് നമ്മൾ PM എഴുതിയ പോർട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്തത് നമ്മുടെ FS56 ട്രാൻസ്മിറ്ററിൻ്റെ നമ്മുടെ റിസീവർ നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നമ്മൾ ഡബിൾ സൈഡ് സ്റ്റിക്കർ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ റിസീവറിനുള്ള സിഗ്നലുകൾ നമ്മൾ നേരെ ഈ ഒരു APM-ൻ്റെ ഇൻപുട്ടിലായാലും 1, 2, 3, 4, 5, 6 എന്നീ 6 കണക്ഷനിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 4 നമ്മുടെ ചാനലും അതുപോലെ തന്നെ 5, 6 എൻ്റെ ഓക്സൈഡാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിലെ കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ടോപ്പിൽ വരുന്ന IBus ബാറാണ്. അപ്പോൾ നമ്മൾ ഈ IBus ബാർ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ നമ്മളെ 3 പിന്നെ നിങ്ങൾക്ക് കാണാം. താഴത്തുനിന്ന് IBus ബാറിൻ്റെ താഴത്ത് അതിന് 3 കട്ടിങ് കാണാം. 3 കട്ടിങ്ങിൻ്റെ അടിഭാഗത്തുള്ളത് നെഗറ്റീവും അതുപോലെ തന്നെ അതിൻ്റെ സെൻട്രൽ വരുന്നത് പ്ലസ്സും അതിൻ്റെ ടോപ്പിൽ IBus ബാറിൻ്റെ അടുത്ത് വരുന്നത് നമ്മുടെ സിഗ്നലുമാണ്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റത്തെ ചാനൽ വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ IBus ബാറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നമുക്ക് നമ്മുടെ APM-ലേക്ക് നമുക്ക് വോൾട്ടേജ് ഇപ്പോൾ വന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു റിസീവറിലേക്കുള്ള വോൾട്ടേജ് കിട്ടാൻ വേണ്ടി നമുക്ക് ഈ ഒരു APM-ൻ്റെ ബോർഡിൽ നിന്നും നമുക്ക് പ്ലസും കിട്ടണം, അതുപോലെ തന്നെ 5 വോൾട്ടും കിട്ടണം. നമുക്ക് ഈ റിസീവറിലേക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ APM 2.8-ൻ്റെ ഫസ്റ്റത്തെ ചാനലിൽ നിന്ന് വരുന്ന കണക്ഷൻ, അതായത് അതിൽ നിന്ന് വരുന്ന പ്ലസും നമ്മൾ അവിടെ നിന്ന് എടുക്കണം, അതുപോലെ തന്നെ നെഗറ്റീവ് നമ്മുടെ ഈ ഒരു റിസീവറിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ റിസീവറിൻ്റെ ഫസ്റ്റത്തെ ചാനലാണ് നമ്മളിവിടെ കാണാം. ഇതിൽ യെല്ലോ അതുപോലെ തന്നെ
ഓറഞ്ച് ഗ്രീനും കാണാം. അപ്പോൾ ഏറ്റവും ടോപ്പിലുള്ള ഓറഞ്ച് നമ്മൾ സിഗ്നലായിട്ടാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ നടുക്കുള്ള യെല്ലോ നമ്മൾ പ്ലസ് വോൾട്ടേജ് ആയിട്ടാണ്. അതുപോലെ തന്നെ അതിൻ്റെ താഴെ വരുന്ന ഗ്രീൻ നമ്മൾ ഇതിലേക്കുള്ള ഗ്രൗണ്ടായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ ഓറഞ്ചും അതുപോലെ തന്നെ യെല്ലോയും ഗ്രീനും നമുക്ക് അതുപോലെ തന്നെ നമ്മൾ APMലേക്ക് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. APMൻ്റെ ഉൾവശത്തേക്ക് കാണാം. ഉൾവശത്തേക്ക് ഉള്ള ഭാഗത്തേക്കുള്ളത് സിഗ്നലാണ്. അതിൻ്റെ നടുഭാഗത്ത് വരുന്നത് പ്ലസ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബാക്ക് ഭാഗത്ത് വരുന്നത് ഗ്രൗണ്ടാണ്. അപ്പോൾ കൊടുത്തിരിക്കുന്ന മാതിരി നമ്മൾ ഗ്രീനും ഗ്രൗണ്ടും അതുപോലെ തന്നെ യെല്ലോ പ്ലസ്സും ഓറഞ്ച് അതിൻ്റെ സിഗ്നലാണ് ഫസ്റ്റ് ചാനൽ. അതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളതിനൊന്നും നമുക്ക് പ്ലസ്സും നെഗറ്റീവും ആവശ്യമില്ല. നമുക്ക് ഈ ഒരു റിസീവറിനകത്തുള്ള ഔട്ട്പുട്ട് മാത്രം മതി. നമുക്ക് 2, 3, 4, 5, 6 അത് നേരെ നമ്മുടെ APM 2.8ൻ്റെ 2, 3, 4, 5, 6 യഥാക്രമം കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാനൽ ഓൾറെഡി നമ്മൾ ഓറഞ്ചും അതുപോലെ തന്നെ പ്ലസ്സും അതുപോലെ തന്നെ ഗ്രീനും അതിന് എർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ചാനലായിട്ട് നമ്മൾ ബ്ലൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്ലൂ കൊടുത്തിരുന്ന സമയത്ത് നമുക്ക് ബ്ലൂവിന് നമ്മൾ പോസിറ്റീവും വേണ്ട ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ നിന്നും എർത്ത് കിട്ടുന്നതാണ്. അടുത്തത് നമ്മൾ വയലറ്റാണ് കൊടുത്തിരിക്കുന്നത്. മൂന്നാമത്തെ ചാനൽ വയലറ്റാണ്. അതുപോലെ തന്നെ നാലാമത്തെ ചാനൽ ഏകദേശം ഒരു ആഷ് കളർ എന്ന കളറാണ്. അതിനും നമുക്ക് ഗ്രൗണ്ടിൻ്റെ ആവശ്യമില്ല, പ്ലസിൻ്റെ ആവശ്യമില്ല. അതും ഇതിൽ നിന്ന് തന്നെ കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ അഞ്ചാമത്തെ ചാനലായിട്ട് കൊടുക്കുന്നത് വൈറ്റാണ്. അപ്പോൾ അതിനും നമുക്ക് ഗ്രൗണ്ടിൻ്റെയും പ്ലസിൻ്റെയും ആവശ്യമില്ല. പിന്നെ നമ്മൾ അടുത്ത് ആറാമത്തെ ചാനൽ അത് ഈ വെള്ളയും അതുപോലെ തന്നെ ബ്ലാക്കും ഓക്സ് ചാനലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചാനൽ വെള്ളയും അതുപോലെ തന്നെ ബ്ലാക്ക് അതിൻ്റെ ഓക്സ് ചാനൽ ആറാമത്തെ ചാനലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അടുത്ത കണക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് APM 2.8ൻ്റെ ഔട്ട്പുട്ടിലാണ്. അപ്പോൾ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ESCയിലേക്കുള്ള ഇൻപുട്ടിലേക്കാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ESCയിൽ നിന്ന് വരുന്ന 3 വയർ നമ്മൾ വരുന്നുണ്ട്, ഗ്രൗണ്ടും അതുപോലെ തന്നെ +5 വോൾട്ട് സിഗ്നൽ. അപ്പോൾ നമുക്ക് ഇതിന് ഗ്രൗണ്ടും അതുപോലെ തന്നെ ഗ്രൗണ്ടും ഈ സിഗ്നലും നമുക്ക് ആവശ്യമുള്ളൂ. പ്ലസ് നമ്മൾ കട്ട് ചെയ്ത് കണ്ട് മടക്കി വെച്ചതാണ്. അപ്പോൾ ഇതിലേക്ക് ഓൾറെഡി വേറെ സപ്ലൈ കിട്ടുന്നത്, അല്ലെങ്കിൽ ഈ ഒരു APM 2.8ൻ്റെ ഇതിൻ്റെ ഉള്ളിലൊരു നിങ്ങൾക്കൊരു ജമ്പർ ഉണ്ടാവും, ഒഴിവാക്കണം. ഞാൻ അത് ഒഴിവാക്കിയതിന് പകരം ഞാൻ കട്ട് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വരുന്ന ചാനലാണ് നമ്മൾ ഒന്നാമത്തെ കൊടുത്തത്. അതുപോലെ തന്നെ രണ്ടാമത്തെ അതുപോലെ തന്നെ രണ്ടാമത്തെ ചാനൽ കൊടുക്കണം. രണ്ടാമത്തെ ESCയിൽ നിന്നുള്ള ഇൻപുട്ട്, ESCയിലേക്കുള്ള ഇൻപുട്ട് നമ്മൾ ഇതിൻ്റെ APM 2.0 ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ ചാനലിൽ നിന്ന് വരുന്ന ESCയിലേക്കുള്ള ഇൻപുട്ട് നമ്മുടെ APM 2.8ലേക്കുള്ള ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നമ്മുടെ സിഗ്നൽ വരുന്നത് നമ്മുടെ ഇതിൻ്റെ ഉൾവശത്തേക്കാണ് സിഗ്നൽ വരുന്നത്. അതുപോലെ തന്നെ പുറം ഭാഗത്തേക്ക് ഗ്രൗണ്ടാണ് വരുന്നത്. ആ ഒരു വിധത്തിൽ വേണം കൊടുക്കാൻ. ഉൾവശം എന്ന് പറഞ്ഞാൽ നമ്മൾ APM എന്ന് എഴുതിയതിൻ്റെ ഉൾവശത്തേക്ക് പുറം ഭാഗത്തേക്ക് വരുന്ന കണക്ടറിൻ്റെ പുറം ഭാഗത്ത് ഗ്രൗണ്ടാണ് വരുന്നത്. നടുക്കിൽ പ്ലസ് നമ്മൾ കൊടുക്കുന്നില്ല. അപ്പോൾ ഉൾവശത്തേക്കാണോ അത് തിരിഞ്ഞു പോകാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മുടെ നാലാമത്തെ ചാനലിൻ്റെ ഇതും നമ്മൾ അതുപോലെ തന്നെ കൊടുക്കുകയാണ്. ഉൾവശത്തേക്ക് സിഗ്നൽ യെല്ലോ, അതേപോലെ തന്നെ ഗ്രൗണ്ട് ബാക്ക് ഭാഗത്തേക്ക്. അപ്പോൾ നമ്മുടെ കണക്ഷനുകളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കണക്ഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഈ പ്രൊപ്പല്ലർ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇതിൻ്റെ പ്രോഗ്രാമും അതുപോലെ തന്നെ ഇതിലേക്കുള്ള കാലിബ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നല്ലത്. അപ്പം പ്രൊപ്പല്ലർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് പെട്ടെന്ന് കറങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആക്സിഡൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഒക്കെ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പല്ലർ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യുന്ന വീഡിയോസൊക്കെ അടുത്ത് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോ കാണാം. ഓക്കെ, ബൈ.